അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും ജാമിയ അൽ ഹിന്ദിൻ്റെയും പ്രസിഡൻറ്റ് PN അബ്ദുൽ ലത്തീഫ് മദനി, നമ്മുടെ പണ്ഡിത സഭയുടെ ചെയർമാനും ജാമിയ അൽ ഹിന്ദിൻ്റെ റെക്ടറുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, ജാമിയ അൽ ഹിന്ദിൻ്റെ സെക്രട്ടറി ഫൈസൽ മൗലവി, വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സംഘടനയുടെയും ജാമിയയുടെയും സാരഥികളെ, സഹപ്രവർത്തകരെ, ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ശബ്ദം ഓൺലൈനിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിശിഷ്യ വിദേശ രാഷ്ട്രങ്ങളിലിരുന്നു കൊണ്ട് ജാമിയയെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇതുപോലെ വീണ്ടും നമുക്ക് ഒത്തുചേരാനുള്ള തൗഫീക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ജാമിയ ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. ജാമിയ അൽ ഹിന്ദിൻ്റെ ബോയ്സിൻ്റെ ക്യാമ്പസും സ്ത്രീകളുടെ അഥവാ പെൺകുട്ടികളുടെ ക്യാമ്പസും ഒരു പ്രാവശ്യമെങ്കിലും അത് നടന്ന് കണ്ട ആളുകൾ അപ്പോൾ തൊട്ടടുത്തുള്ള ആളോട് അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്, എത്ര പെട്ടെന്നാണ് നമുക്ക് ഈ സ്ഥാപനങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞത്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് ഒട്ടനവധി ആളുകൾ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉദ്ഘാടന ദിവസം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങളുടെ വാഹനത്തിൽ തന്നെ കാല് സുഖമില്ലാതെ എത്രയോ മാസങ്ങളായി റെസ്റ്റിലായിരുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം ദീർഘമായൊരു പരിപാടിക്ക് ആദ്യമായിട്ടാണ് അന്ന് പോരുന്നത്. അപ്പോൾ പറഞ്ഞത്, ജാമിയയിൽ പോകാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് കാല് പൂർണ്ണമായി സുഖമായിട്ടില്ലെങ്കിലും ഞാൻ പോകുന്നത് എന്ന്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥാപനങ്ങളിലൂടെയൊക്കെ പോയ സമയത്ത് ഇത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ടൊരു സംസാരമല്ല. ജാമിയയുടെ വളർച്ച കാണുന്ന ഏതൊരാളും പറഞ്ഞു പോകുന്ന, മനസ്സിൽ ഓർത്തു പോകുന്ന ഒരു കാര്യമാണ്. ആൺകുട്ടികളുടെ ക്യാമ്പസ് പൂർത്തിയായ ഉടനെ തന്നെ, വളരെ വൈകാതെയാണ് അതിലും മനോഹരമായ രീതിയിൽ പെൺകുട്ടികളുടെ ക്യാമ്പസ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. രണ്ട് സ്ഥാപനത്തിലും നിരവധി വിദ്യാർത്ഥിനികൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അതിൻ്റെ കീഴിൽ തുടങ്ങിയ സ്കൂൾ ഓഫ് ഖുർആൻ, ആ സ്കൂൾ ഓഫ് ഖുർആന് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മഞ്ചേരിയിൽ വളരെ വിശാലമായ ഭൂമിയും നല്ല ഒരു ബിൽഡിങ്ങും ഇപ്പോൾ തന്നെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ജാമിയയുടെ ഓരോ സംവിധാനങ്ങളും അള്ളാഹു അങ്ങേയറ്റം നമുക്ക് അതിന് വളർച്ചയും ഉയർച്ചയും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ജാമിയയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്ത ഒട്ടനവധി സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അതിൽ സവിശേഷമായി എടുത്തു പറയേണ്ടതാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്തുള്ള ദാറുൽ അർഖം. വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് അത് വലിയ ഒരു ഉയർച്ചയിലേക്ക്, വളർച്ചയിലേക്ക് അതിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ. എന്തുകൊണ്ട് ഈ വളർച്ച? അത് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ പോലെ തന്നെ ഇതിൻ്റെ ഗുണകാംക്ഷികൾ മാത്രമല്ല, ഒരു വേള ഇതിനെ വിമർശിക്കുന്നവർ പോലും വളരെ കാര്യഗൗരവത്തോടു കൂടി അന്വേഷിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഇതുപോലെ വളരാൻ കഴിയുന്നത് എന്ന്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന കാര്യാലയം ഈ സന്ദർഭത്തിലാണ് കോഴിക്കോട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരേ സമയത്ത് എങ്ങനെ നടത്താൻ കഴിയുന്നു എന്നാണ് പലരും അന്വേഷിക്കുന്നത്. എന്താണ് ഈ വളർച്ചയുടെ പിന്നിൽ?
അത് മറ്റൊന്നുമല്ല, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു തിരിച്ചും സഹായിക്കും. ഏത് കാറ്റിലും കോളിലും നിങ്ങളുടെ കാൽപാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമെന്നത് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശമാണ്. ആ അള്ളാഹുവിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമുക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ സഹായം പെയ്തിറങ്ങുന്നത്? അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, തെളിഞ്ഞ ആദർശമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, മികച്ച സംഘടനാ സംവിധാനം അത് ചലിപ്പിക്കുവാൻ വേണ്ടിയുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ഏതാനും ചില വ്യക്തികളുമല്ല, ഏതാനും വ്യക്തികളുടെ ഒരു ആൾക്കൂട്ടവുമല്ല. മറിച്ച് ഇത് കൃത്യമായ സംവിധാനത്തോടുകൂടി, നേതൃത്വത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ കൃത്യമായ ശൂറയിലൂടെയാണ് ഈ സംഘടന ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്വാർത്ഥരായ പ്രവർത്തകരാണ് ഇതിൻ്റെ കൈമുതൽ. ഏത് സമയത്തും പ്രയാസപ്പെടുമ്പോൾ ഉദാരമായി സഹായിക്കുന്ന നല്ല മനസ്സുള്ള സാധാരണക്കാരാണ് ഇതിൻ്റെ അസറ്റ്. അതുപോലെ തന്നെ ജാമിഅൽ ഹിന്ദിൻ്റെ കമ്മിറ്റി ഭാരവാഹികളും അതിന് ഓരോ റമദാൻ മാസത്തിലും അതിന് കാശ് പിരിച്ചെടുക്കുന്നവരും കൊടുക്കുന്നവരും ഒക്കെ ഇതിൽ കണ്ണികളാണ്. അതിന് അത്യുദ്ധാനം ചെയ്യുന്ന നമ്മുടെ അധ്യാപകരും ഇപ്പോൾ ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുമെല്ലാം ഇതിൻ്റെ മൂലധനം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഹിക്കമിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ പ്രബോധന രംഗത്തുണ്ടാകണം എന്ന് മാത്രമല്ല, മറിച്ച് സമൂഹത്തെ ഈ സംഘടനാ രംഗത്ത് നിലയുറപ്പിക്കുക കൂടി ചെയ്യുക എന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. കാരണം നാം എന്ത് പ്രസംഗിച്ചു എന്നതല്ല, നാം എന്ത് എഴുതി എന്നതല്ല, ശ്രോതാക്കൾ നമ്മിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്നതാണ് പ്രധാനം. നമ്മുടെ കൈകളിലൂടെ കടന്നു പോകുന്നവർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തന രംഗത്ത്, പ്രബോധന രംഗത്ത് അതിൻ്റെ സാരഥികളായി നിലകൊള്ളുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ ഖുതുബയ്ക്ക് വരുന്ന ശ്രോതാക്കൾ, നമ്മുടെ കിയോച്ചല്ലസിൽ വരുന്ന അണികൾ, നമ്മുടെ CREയിൽ വരുന്ന കുട്ടികൾ, നമ്മുടെ പൊതുപ്രഭാഷണം നടത്തുമ്പോൾ അത് കേൾക്കുന്ന ശ്രോതാക്കൾ, ഇവരൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ രംഗത്ത് നിലയുറപ്പിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ധർമ്മം നിർവഹിക്കുന്നു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. പുറത്തിറങ്ങാൻ പോകുന്ന ഹിക്കീമുമാർ നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളി സമൂഹത്തിലുണ്ട്. രണ്ട് ധാരകൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം മതത്തെ കോംപ്രമൈസ് ചെയ്യുന്ന ആളുകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകൾ അറിയുക, അവരുടെ വിശ്വാസത്തെ പൂർണ്ണമായി പിൻപറ്റുന്നത് വരെ ഒരിക്കലും തന്നെ അവർ തൃപ്തരാവുകയില്ല. ഏതൊരു സംസ്കാരത്തെയാണോ നമ്മൾ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അവരിലേക്ക് പൂർണ്ണമായി ചാഞ്ഞു നിൽക്കാതെ അവരൊരിക്കലും തൃപ്തരാവുകയില്ല. വലൻ തർള അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. 2-ാം അധ്യായം 120-ാമത്തെ ആയത്തിൽ കൃത്യമായി അള്ളാഹു പറഞ്ഞു, യഹൂദികളാകട്ടെ നസറാണികളാകട്ടെ അവർക്കൊരിക്കലും തൃപ്തി വരികയില്ല. അവരുടെ മില്ലത്തിലേക്ക് നമ്മൾ പൂർണ്ണമായി ചാഞ്ഞു നിൽക്കുന്നതുവരെ അവർക്ക് തൃപ്തി വരികയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഹിദായത്താകുന്നു ശരിയായ ഹിദായത്ത്. അതിൽ നമ്മൾ നിലനിൽക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇതിൽ നിന്ന് മാറി സഞ്ചരിക്കാനാണ് ഇന്ന് സമുദായം വെപ്രാളം കൊണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് പ്രമാണങ്ങളും പണ്ഡിത ഫത്വയും ദുരുപയോഗം ചെയ്ത് സംഘടനാ പ്രവർത്തനം തന്നെ വേണ്ടെന്ന് വെക്കുന്ന പ്രവണത, അതും ഇന്ന് സമുദായത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പുണ്ട്, ഇയ്യാകും വൽ ഉലുവ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും നിങ്ങൾ അമിതത്വം കാണിക്കരുത്. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഉലുവ ഫിദ്ദീൻ, മുൻഗാമികളിൽ ചിലർ നശിച്ചു പോയിട്ടുള്ളത് ദീനിൽ അതിര് കവിഞ്ഞത് കാരണത്താലാണ് എന്നാണ്. അതുകൊണ്ട് പ്രമാണങ്ങൾ നിഷേധിക്കുന്നവർ പുറത്തുനിന്ന് കല്ലെറിയുന്നവരാണ് എങ്കിൽ, പ്രമാണങ്ങളുടെ മറവിൽ സംഘടനാ സംവിധാനങ്ങളെ, ദഅവത്തിന് വേണ്ടിയുള്ള സംഘടനാ സംവിധാനങ്ങളെ തകർക്കുന്നവർ അകത്തുനിന്ന് ചിതലുകളെപ്പോലെ ഈ സംവിധാനത്തെ തകർത്തെറിയുന്നവർ തന്നെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നയമെന്ന് പറയുന്നത് ചെറുതായി തുടങ്ങി വലുതാവുക എന്നതാണ്. പൂത്തിരി പോലെ കത്തിത്തേർന്ന് വെറും കമ്പിത്തിരികളായി മാറുക എന്നതല്ല. സോളാർ ലൈറ്റ് പോലെ, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ലൈറ്റ് പോലെ മെല്ലെ മെല്ലെ തിളങ്ങി വലിയ ശോഭയായി എന്നും സമൂഹത്തിന് മാർഗദീപമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനങ്ങളാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. വിസ്ഡം ഹൗസ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. 8 വർഷം മുമ്പ് അതിൻ്റെ സ്ഥലമെടുത്തു. ഇപ്പോൾ അതിനു വേണ്ടിയുള്ള നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അങ്ങനെ പിച്ച വെച്ച് അതതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിന് ഓഫർ ചെയ്ത ആളുകൾ അതിൻ്റെ പണം അത് ആരും ഓർമ്മപ്പെടുത്താതെ നൽകണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള കൃത്യമായ കാര്യം. അതോടൊപ്പം തന്നെ എനിക്കും സമുദായത്തോട്, ഇവിടെയുള്ള ശ്രോതാക്കളോട് പറയാനുള്ളത്, ഒരിക്കലും നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. ഇന്ന് നമ്മുടെ പുതിയ തലമുറ ഒരു കൺഫ്യൂഷനിലാണ്. ഇഹലോകത്തിൻ്റെ ആളുകളായി ജീവിക്കണോ, പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായി ജീവിക്കണോ എന്ന കാര്യത്തിൽ അതിൽ സംശയം വേണ്ട. ദുനിയാവിൻ്റെ പിന്നാലെ പോയാൽ ഒരിക്കലും തന്നെ നമുക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കറിയാമല്ലോ, അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എപ്സ്റ്റീൻ ഫയൽ എന്ന പേരിൽ ഒരു ഫയൽ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് വളരെ പ്രമുഖരായ ഒരുപാട് ആളുകൾ ചെയ്തു കൂട്ടിയ ലൈംഗിക അതിക്രമങ്ങൾ, ചെറിയ കുട്ടികളെപ്പോലും പീഡിപ്പിച്ച രംഗങ്ങൾ, അതിൻ്റെ ആയിരക്കണക്കിന് ഫയലുകളാണ് ഇന്ന് ലോകത്ത് പുറത്തു വന്നിരിക്കുന്നത്. ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനാകത്തുക ആറ്റിക്കുറുക്കി അത് വെച്ചുകൊണ്ട് ചിന്തകന്മാർ പറയുന്നത്, എത്ര അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ അവർക്ക് സമാധാനം കിട്ടൂല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്രേ അത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ സ്മരണ ഒന്നുകൊണ്ട് മാത്രമല്ലാതെ മനുഷ്യന് സമാധാനം ഉണ്ടാവുകയില്ല എന്നതാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കുക. നമ്മുടെ ഹൈസ്കൂളിലും പ്ലസ് ടുവിനും പഠിക്കുന്ന കുട്ടികൾ ഇന്ന് കൊറിയയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറിയയിലെ കാര്യം പറഞ്ഞ് UP-യിൽ 3 കുട്ടികളാണ് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. അതിൽ മനം നൊന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൽ 8ാം ക്ലാസ്സുകാരി ഒരു കോറിയിൽ ചാടി മരിച്ചതും നമ്മൾ കണ്ടു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, എത്രയും പെട്ടെന്ന് ഈ ദീനിൻ്റെ പരിസരത്തിലേക്ക് നമ്മൾ കുട്ടികളെ തിരിച്ചു വിളിക്കണം. അതിനാണ് ജാമിയ അൽ ഹിന്ദ്, അതിനാണ് സ്കൂൾ ഓഫ് ഖുർആൻ, അതിനാണ് ഗ്രീൻ ഹോം, അതിനാണ് ഈ സംഘടന പുറത്തിറക്കുന്ന നേർപ്പദം വാരിക, അതിനാണ് പീസ് റേഡിയോ എന്ന് പറയുന്ന സംവിധാനം. അതുകൊണ്ട് ഈ ഹിക്കമിമാരോടും പ്രബോധകരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നാവ് ശിർക്കിനെതിരെ തൗഹീദിന് വേണ്ടി ഉയരുന്നതായിരിക്കണം. നിങ്ങളുടെ പേന മതനിരാസത്തിനെതിരെ, ലിബറലിസത്തിന് എതിരെ ആഞ്ഞു വീശുന്ന പേനയായി മാറണം. നിങ്ങളുടെ ദിശണ ഇന്ന് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കാമെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കണം. നിങ്ങളുടെ സർഗശേഷി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്ന് മുസ്ലിം സമുദായത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളെ തകർത്തെറിയാനുള്ളതായിരിക്കണം. നിങ്ങളുടെ സമ്പത്ത് ദീനീ പ്രബോധനത്തിന് ആയിരിക്കണം. ഇതാ ഈ റമദാനോടുകൂടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വർക്കിംഗ് ഫണ്ടും അതേപോലെ തന്നെ ജാമിയ അൽ ഹിന്ദിന്റെ ഫണ്ടുമായി നിങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. അത് ഇരു കൈയും നീട്ടി നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ സ്വാധീനം ഈ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കണം നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ അറിവ് ജീർണതക്കും തീവ്രതക്കും മധ്യേയുള്ള വസതിയായ നിലപാട് ഇവിടെ നിലനിർത്താനായിരിക്കണം. സമുദ്രം പ്രക്ഷുബ്ധമാകുമ്പോൾ കപ്പലുകൾക്ക് ദിശാബോധം കാണിക്കുന്ന വിളക്കുമാടങ്ങളെ പോലെ ഈ സമുദായം പ്രക്ഷുബ്ധമാകുമ്പോൾ അവരെ നേരിന്റെ മേർമാർഗത്തിലൂടെ നയിക്കുന്ന വിളക്കുകാലുകളായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ നന്മയുടെ വിത്തുകളാണ്. അത് തണൽ മരമായി ഈ സമൂഹത്തിന് വലിയൊരു ആശ്വാസമായി വരേണ്ടതുണ്ട്. ഇവിടെ വെച്ച് നിങ്ങൾക്ക് കൈമാറുന്നത് വെറുമൊരു സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് നമുക്കും നമ്മുടെ നന്മക്കും സമുദായത്തിന്റെ ഉയർച്ചക്കുമുള്ള ഒരു വാഗ്ദാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. തീവ്രതയുടെ ഇരുട്ടിലേക്കോ ജീർണതയുടെ വഴുവഴുപ്പിലേക്കോ വീണുപോകാതെ പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ സമൂഹത്തെ നയിക്കാൻ നമ്മൾ പ്രാപ്തി നേടേണ്ടതുണ്ട്. അറിവ് ഒരിക്കലും അലങ്കാരമല്ല, ആദർശ പ്രയാണം തുടരാനുള്ള ഇന്ധനമാണ് അറിവെന്ന് നമ്മൾ തിരിച്ചറിയണം. തൗഹീദ് ജീവിതത്തിൽ തെളിയട്ടെ. നിങ്ങളുടെ സ്വഭാവം ഈ ലോകത്തിന് മാതൃകയാകട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കർമ്മപദത്തിലെ കരുത്തരായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരെ, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ജീവനാഡികളാണ്, ജാമിയയുടെ കാവൽക്കാരാണ്, അതിന്റെ കർമ്മഭടന്മാരാണ്. കൈയയച്ച് സഹായിക്കുന്ന ഉദാരമതികളെ, നിങ്ങളുടെ സമ്പാദ്യം പരലോകത്തേക്കുള്ള വലിയൊരു നിക്ഷേപമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നമ്മുടെ
ഓരോ ഘടകങ്ങളും ഇതിനോടൊപ്പമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ, വിസ്ഡം യൂത്തിന്റെ പ്രവർത്തകർ, സ്റ്റുഡൻസിന്റെ പ്രവർത്തകർ, വിമൻസിന്റെ പ്രവർത്തകർ, ഗേൾസിന്റെ പ്രവർത്തകർ എല്ലാവരും ഇതിനോടൊപ്പമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റമദാനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത് കഴിയുമ്പോൾ വേനൽക്കാലമാണ്. എല്ലായിടത്തും തൗഹീദിന്റെ പ്രബോധനം, തൗഹീദിന്റെ വയല്, ആ പഴയ വയലിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയണം. അതിനുള്ള ആസൂത്രണം നിങ്ങളിൽ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ജാമിയയുടെ ഈ സന്നദ്ധാന സമ്മേളനത്തിന്റെ ചെലവിന്റെ ഒരു വലിയ ഭാഗം ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന്, ഈ ഒരു സദസ്സിൽ നിന്ന് നമുക്ക് പിരിച്ചെടുക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായൊന്ന് കൈവച്ചാൽ ഒരു കടവുമില്ലാതെ ഇൻഷാ അല്ലാഹ് നമുക്കത് പൂർത്തീകരിക്കാം. നിങ്ങളുടെ അടുക്കൽ അതിനുള്ള ബോക്സുകൾ വരും. നിങ്ങളെല്ലാവരും അതിൽ അകമഴിഞ്ഞ് നിങ്ങളുടെ സംഭാവനകൾ ഇടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.